എന്തോ ചെള്ള. ആദ്യം ചെള്ളിനൊരു വഴി ഉണ്ടാക്കണം. ഒരു വഴി വെട്ടി അതിനെ അതിന്റെ വഴിക്ക് വിടുവാണെങ്കിൽ അതങ്ങ് പോയേനായിരുന്നു. തഞ്ചക്കട ഇത്ര നേരം തുറന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ലേ? പ്രദീപ് ഇത് എവിടെ പോയി കിടക്കുക? ഹലോ പ്രദീപേ. ആ പറയട്ടാ. ആടോ എവിടാണോ നീ? എവിടായി? അയ്യോ ഞാനൊന്ന് വരത്തില്ല. വരത്തില്ലെന്നോ? ആ നീ എന്നാ പറയണ്ട. ഞാൻ ആ കട തുറന്ന ഇനി ആരും വന്ന ഞാനിത് ചെയ്യും. അളവെടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കുറച്ചൊക്കെ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു കുക്കുംബർ കസ്റ്റമർ വന്നാലേ ഞാൻ എന്തോ ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കൂട്ടാ തേപ്പെടുത്തങ്ങ് അളന്നാ മതി. അപ്പൊ ഞാൻ അറിയാവുന്ന രീതിയിൽ അളവ് എടുക്കാം. ഞാൻ കാണിച്ചു. ഇന്നലെ ഇവിടെ റേഷൻ കടയിലേ ഞാൻ കൈ പതിപ്പിച്ചായിരുന്നോ? ആ കൈ പതിപ്പിച്ചു. എന്നിട്ട് മെഷീനെ കാണാനില്ല. ആ മിഷനിലല്ലേ എന്റെ ചെള്ളയ്ക്ക് അവര് കൈ പതിപ്പിച്ചത്. ചെള്ളക്കോ? അതെന്തിനാ? ആ പുഴുത്തരികാന്ന് പറഞ്ഞോണ്ട്. അഴുക്കരിയാന്നോ? ആ അതിനിപ്പോ ഞാൻ ചെയ്യാൻ. നീ അല്ല ഞാൻ വെച്ചില്ല, കട്ടായില്ല. ആ പറ. പിന്നെ വേറെ കാര്യമുണ്ടേ പറയാനേ. എന്നാ നമ്മുടെ റേഷൻ കട അപ്പുറത്തെ ഒരു റേഷൻ കടയില്ലേ ദിനേശൻ? ആ ദിനേശൻ. ആ നമ്മുടെ 5 കടയിൽ അപ്പുറത്തല്ലേ? എന്നാ ഇന്നലെ വൈകിട്ട് അവനെ കണ്ടോ? അവൻ എന്നോട് പറഞ്ഞു അവന് പൈസ കൊടുക്കാനുണ്ട്. ആ കടയിലെ ഓണർ അവനെന്തോ മുടിഞ്ഞ പ്രാക്കായിരുന്നു അവിടെ നിന്ന്. പ്രാക്കും ചീത്തവിളി ഇതെല്ലാം വിളിച്ച് റേഷൻ കടക്കാരനെ പ്രായോ? ആ നേരം വെളുത്ത ആ റേഷൻ കടക്കാരൻ ബൈക്കേന്ന് വീണ് കാലൊടിഞ്ഞെന്ന്. ശരി, നിനക്ക് എത്ര വരാണ്ട്? എനിക്ക് 2500 രൂപ വരാണ്ട്. ഞാനിപ്പോ ഇട്ടേക്കാം. നാളെ പറഞ്ഞേ. ആ നാളെ വരും. ഒരാൾ തയ്ക്കാൻ കയറി വന്ന ഇനിയിപ്പോ എന്തോ ചെയ്യുന്നുള്ളതാ. ആ കണ്ട ഒരു ലുക്ക് വേണമല്ലോ. ഞാൻ പറഞ്ഞു എടി നീ ഒന്നും മിണ്ടായി. ഞാനിപ്പോ നേണ്ട തങ്കച്ചേട്ടന്റെ ആ തൈക്കടയുടെ ഫ്രണ്ടിൽ നിപ്പുണ്ട്. എടി കാലും മടക്കി അടിച്ച് കൈ രണ്ടും വെട്ടിയാ പോരെ? ഞാൻ ഏറ്റിരിക്കുന്നു. നീ ഫോൺ വെക്ക്. കൊണ്ടുവാ. പാൻറ്റാന്നോ ചുരിദാറാന്നോ? എന്തുവാ കാലും മടക്കി? പാലും ചുരിദാറും അല്ലെന്ന്. എന്റെ പെണ്ണുമ്പഴയുടെ പുറകെ ഒരുത്തം ഭയങ്കര ശല്യമാ. അന്നേരം കാല് മടക്കി അടിച്ച് കൈ രണ്ടും വെട്ടാൻ ഞാൻ തീരുമാനിച്ചിരിക്കും. പിന്നെ പെണ്ണുമ്പുള്ള ശാന്തയാന്നോ? ശാന്തയല്ല. സുധാ? സുധയല്ല. രമ? രമയല്ല. അല്ല ഇത് ചോദിക്കാൻ കാരണം അപ്പൊ എന്റെ കാലും കൈ സേഫ്റ്റിയായി. എന്നാ പിന്നെ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയാം. ഉള്ള സമയം വിയർത്ത് പോയില്ലയോ? ഇപ്പൊ ചോദിച്ചേ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ പൊന്നട ഉപയോഗം 1 മാസമായിട്ട് ഇവിടെ തുണി ഇല്ലാതിരിക്കും. ഏതെങ്കിലും ഒരുത്തൊന്ന് കയറി വരണ്ടേ? ഇന്ത്യ കൊണ്ടുവന്ന് എന്തുവായിരുന്നു? ഞാൻ എന്റെ ഷർട്ടിന്റെ ഒരു തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് തയ്ച്ചാണ്. പെണ്ണുമ്പിള്ള കിടന്ന് അങ്ങ് മിസ് കോൾ അടിയാ. ആഹാ എന്തിനാന്ന് ചോദിച്ചേ? അല്ല തയ്യൽ വല്ലോ ആണോ? ഹലോ തയ്യൽ വല്ലോ അതോടെ? ആ പിന്നെ നീ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞ കാര്യം പറഞ്ഞില്ലയോ? ആ നമ്മുടെ ദിനേശനോ അവനുണ്ടോ സുമേഷ്? അവന്റെ പേരെന്തുവാ? ദിനേശൻ. ഇങ്ങോട്ട് പോണ അരിതാണ. ഒരു മിനിറ്റ് തുണി തയ്ച്ചാണോ? എനിക്ക് പെട്ടെന്ന് നാളെ കല്യാണമുള്ളോ? അവൻ വന്നില്ലേ? പയ്യൻ വന്നില്ലേ? പയ്യൻ അവൻ നാളെ വരത്തോളൂ. നിനക്ക് അരി വേണോ? അല്ലേ അരി തരണോ? റേഷൻ കാർഡ് കൊണ്ടുവന്നോ? ആ റേഷൻ കാർഡ് എന്നാ? ഇന്നലെ ഒരു ജവാന്റെ ലിറ്റർ മേടിച്ചല്ലോ. അയ്യോ എങ്ങനെ മനസ്സിലായി? ബില്ല് ഞാൻ തിരിക്കുന്നേ ഉള്ളൂ. ആദ്യം നമുക്കേ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യണോ? ദൈവമേ 5 കിലോ അരി മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ബാ 5 കിലോ അരിക്ക വേണ്ടി പിടി. ചുമ്മാതല്ല എന്റെ പെണ്ണുമ്പോൾ അരി മേടിക്കാൻ വരുമ്പോ താമസിക്കുന്ന ഇവിടെ പഞ്ച് കൊടുത്തല്ലേ? തോറ്റോ? പരിയില്ലേ എനിക്ക്? അരി തരാം. തോറ്റാലും ജയിച്ചാലും അരി തരാം. ഞാൻ ഈ പഞ്ചല്ല പറഞ്ഞേ. പിന്നെ നല്ലൊരു കളിയായിട്ട് ഞാൻ കൂടിയെന്നുള്ളു. പിന്നെന്തുവാ? ഇതല്ല പഞ്ച് ചെയ്യണ്ടേ? ഏത് വെള്ളം കുടിപ്പിക്കണം? തന്ത വരലില്ലയോ? ഇത് അമ്മ വരല. അത് പോയി. മതി. കയ്യട്. കിട്ടിയോ? കിട്ടി. അരിയാ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അരിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ അത് മൊത്തം മുഴുവായിരുന്നു കേട്ടോ. നീ പുഴുക്കലരി അല്ലയോ ചോദിച്ചേ? പുഴുക്കലരി മൊത്തം മുഴുവായിരുന്നത്. പുഴു എന്ന് പറഞ്ഞ അതിനു മുമ്പ് കൊണ്ടുപോയതോ? അതിനകത്ത് പുഴുവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്ര പേരുള്ള 2 വലിയ വണ്ടുണ്ടായിരുന്നു. ആ പുഴുവിനെ തിന്ന മൊത്തം ആ വണ്ട അതിൽ അതിനെ ഇറക്കി വിടാഞ്ഞേ. അരിതാ കഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? കഞ്ചിയൊന്നും വീട്ടിൽ ചെന്നപ്പോ കിട്ടിയില്ല. പിന്നെ പിന്നെ മോന്റെ പാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചോണ്ട് ഇതിനകത്ത് അരിയും ഇതിനകത്ത് ഗോതമ്പും എന്താ ഇത്രയും ഒരു 10 സഞ്ചി തയ്പ്പിച്ച് വെച്ചാൽ പോവില്ലയോ? അത് പോകും. ഗോതമ്പ് ഗോതമ്പത്തിടാനും. പിന്നെ ഞാൻ ഒരാൾക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഞാനിപ്പോ ജോസിനെ വിളിച്ചു ചോദിച്ചു. അവ ആസ്ട്രേലിയയില്ലയോ? ആസ്ട്രേലിയ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവര് റേഷൻ കട കങ്കാരുവിനെ പറഞ്ഞു വിടുന്നത്. അതിനകത്ത് അരിയിട്ടുണ്ട് വരുമല്ലോ കങ്കാരു. പക്ഷെ അന്നത്തെ ദിവസം അവര് പട്ടിണിയാന്നേ. അതിനാ കങ്കാരു ചാടി വരുമ്പോ വീട്ടിൽ വരുമ്പോ അരി കാണത്തില്ല. എനിക്കറിയാം വയ്യേ. ഈ കങ്കാരു പരിപാടി ഇവിടെ നമുക്കൊരു 10 കങ്കാരുവിന്റെ കാര്യങ്ങൾ എനിക്ക് തുണി തയ്ച്ചു തരണം. ഞാൻ ചോദിക്കട്ടെ? എനിക്ക് കല്യാണത്തിന് പോകണില്ല. നിനക്ക് ഇപ്പൊ ഈ ഗോതമ്പിന്റെ ഇറക്കാൻ കുറച്ചാ പോരെ? ഒരു മിനിറ്റ്. ഗോതമ്പ് പിടിക്കാനുള്ള ഈ ഒറയിലാണോ ഗോതമ്പ്? ഇത് കൊള്ളാമല്ലോ. ചെറുക്കന്റെ ആണോ? ചെറുക്കന്റെ. അവനോട് പറ പാന്റ് ഒന്നും പഴയത് കളയണ്ട.
അയ്യോ ഇല്ല ഇല്ല ഇല്ല. എടുത്തിട്ടോ. ജോസിന്റെ മൂത്ത മോനെ ആ. എന്തോ വിഷമെന്ന് അറിയാം അവന്റെ പേരെന്തുവാന്ന് പറഞ്ഞ എന്റെ പേര് സൈനൈഡായിരിക്കും. സൈനേടോ? അപ്പൊ വിഷമാണെന്ന് ഇവൻ പറഞ്ഞു. ആ സൈമൺ 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 ആ, സൈമന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തെ. ആ എന്റെ ആടാ അവന് ഈ പിന്നെ നമ്മുടെ ഈ മെഴുകുതിരി കമ്പനിയിൽ എങ്ങാണ് ജോലി കിട്ടിയോ? അറിയത്തില്ല ഇല്ല. അവൻ എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ആ. ചോദിച്ചപ്പോ അവൻ നിന്ന് ഉരുകുന്നു. നീ എന്താ ഇന്ന് രാവിലെ ഓടാൻ വരാന്നേ? എന്റെ പൊന്നളവി എന്റെ ഈ കാലിന്റെ ഈ രണ്ട് മൂട്ടും താപ്പോൾ ഭയങ്കര വേദന. അവിടെ പിന്നെ ഞാൻ ഇത് ഓടുന്നില്ലെന്ന് വെച്ചതാണ് കേട്ടോ. എടീ, രാവിലെ നിങ്ങൾ നടക്കാൻ പോവോ? ആ ഞങ്ങൾ രാവിലെ രണ്ടിലും ഓടാൻ പോകുന്നു. ഇന്നവൻ വന്നില്ല. ഞാനും പോകുമായിരുന്നു സ്ഥിരം. ആണോ? പക്ഷേ രാവിലെ വെളുപ്പിനെ പോയി തെരുവ് പട്ടി ശല്യം ഭയങ്കരവാ. കടിക്കൂടാ അത്. പിന്നെ എന്നെ കടിച്ചു ഓടിച്ചില്ലയോ? എന്നിട്ട്? എന്റെ പൊന്നെ ഞാൻ ഓടിപ്പോയി നമ്മുടെ സ്കൂളിൽ പുതിയ പണിയ സ്കൂള് MSLP. അല്ല മതിനല്ല ഇപ്പൊ മൃഗങ്ങളുടെ പടങ്ങൾ വരച്ചു വെച്ചേക്കുവാ. ആ. ഒരു മതിനകത്ത് പുലിയുടെ പടം വരച്ചു വെച്ചേക്കുന്നത്. ഞാൻ അതിന്റെ മണ്ടേ ചാടി കയറി. ആ. ചാടി കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടി തിരിച്ചോടുന്നു. അതിന് പട്ടി തിരിച്ചോടിയേ. പട്ടി നോക്കിയല്ലോ പുലിയുടെ മണ്ട ചാടി കയറുന്ന ഞാൻ വീരനാന്ന് വിചാരിച്ചു. അത് ഓടിയാണ് പാട്ടിന് പോയി. ഓ മണ്ണെണ്ണയെല്ലാം കൂടെ എന്തിനു വെച്ചിരിക്കും ഇവിടെ നേരത്തെ എന്റെ പൊന്നുമോനെ അത് മണ്ണെണ്ണയല്ലത്. മണ്ണെണ്ണയല്ലേ? ഓ പട്ടി കയറാതിരിക്കാൻ ഞാൻ ഉജാല കലക്കി വെച്ചിരിക്കല്ലേ. എടാ സ്കൂൾ യൂണിഫോം എന്തായാലും കൊണ്ടാണ് പിള്ളേരുടെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഞാൻ അതെല്ലാം പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ തുണി ഇങ്ങനെ തയ്ച്ച് കിട്ടിയാൽ മതി. എത്ര പെട്ടെന്ന് തുണി തയ്ച്ച് കിട്ടും. ഇവിടെ ഗോതമ്പുണ്ടല്ലോ. ഗോതമ്പുണ്ട്. ആ എന്നിട്ട് ഇന്നലെ പെങ്ങളെ ചെറുക്കൻ വന്നപ്പോ നിങ്ങൾ ഗോതമ്പില്ലെന്ന് പറഞ്ഞല്ലോ. പെങ്ങളെ ഇറക്കില്ല. അവന് മലയാളം പറഞ്ഞിട്ട് അവനറിയില്ല. അവൻ ഹിന്ദി മാത്രം അവൻ സംസാരിക്കുന്നത്. ഡൽഹിയിലല്ലേ പഠിച്ചേ? ആ അവനോട് ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ആ ഗോ ആ തമ്പ്. കാരണം മെഷീൻ കറണ്ടില്ല. ഓ. കറണ്ടില്ല. ഞാൻ പറഞ്ഞു ഗോ തമ്പില്ല. അതാന്നാ പറഞ്ഞേ. ആ ഗോ ഇനി പൊക്കോ തമ്പില്ല മെഷീനില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഇത് സംഭവം ഇല്ലെന്നതാണ് ഇത് ഇരിക്കുന്ന ഞാൻ കണ്ടിപ്പോ. ആ ഗോതമ്പ് ഇരിപ്പുണ്ട്. കറണ്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? സമയം വന്നു അളവ് അങ്ങ് എടുക്കണം. ആ നിന്റെ ഷർട്ടിന്റെ അയ്യോ ദൈവമേ അതിന് എങ്ങനായി തീരുമെന്ന് എനിക്കറിയാൻ ചേടാ. ഹാഫ് എന്നാ ഫുള്ളാണോ? ഫുള്ള് വേണം. ഫുള്ള് വേണം. ആ ഫുള്ള് വേണം. ഫുള്ള് വേണല്ലോ. മേടിച്ചില്ലേ? ഇതെന്ത് ആ ഹാഫാന്നോ ഫുള്ളാന്നോ ചോദിച്ചപ്പം പിന്നെ ഞാൻ ചോദിച്ചത് ഹാഫ് കൈ ആണോ ഫുൾ കൈ ആണോ എന്ന്. ഫുൾ കൈ. ഫുൾ കൈ ആണോ? ഫുൾ കൈ ആകുമ്പം എത്ര നിങ്ങൾ ഷർട്ട് എടുത്ത് എത്ര വെക്കും? എനിക്ക് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കണം. ഇവിടെ വരെ ഞാൻ ചുരുട്ടി. എന്നാ പിന്നെ ഹാഫ് കൈ പോരെ? ഫുൾ കൈ വേണം. ഇത് വെറുതെ എന്തിനാ ഇത്ര തുണി കളയുന്നേ? ചെറുക്കൻ ഒരു നിക്കറ് കഴിക്കരുതോ? അത് എനിക്കത് മനസ്സിൽ പിടിക്കത്തില്ല. ഇല്ലല്ലയോ ഇതെഴുതി വെച്ചേക്കോ. അത് എഴുത്തി വെച്ചേ. എന്റെ അണ്ണ എനിക്ക് ബാക്കി സാധനം എന്താ വീട്ടിൽ പണിക്കാരി ഇത് വലിയ ശല്യമല്ലോ. എന്തോ കുഴപ്പമാണോ? വീട്ടിൽ ഇവിടെ പണിക്കാരി നേരത്തെ പോകാനുള്ളതാ. പണിക്കാർ എന്തോ പണിക്കാർ എന്നെ വീട് പണി നടക്കുവാണോ? പിന്നല്ലാതെ എന്താ പണി? വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് പണിഞ്ഞോണ്ടിരിക്കുമല്ലോ. ആ ശരി. ഇപ്പൊ ഈ അരി കൊണ്ടുപോയി ഉണക്കി തിന്നാണ്. പുകയില്ലാത്ത അടുപ്പ് വെക്കാതെ പിന്നെ ഈ അരി കൊണ്ടുപോയി അങ്ങനെ തിന്നൂടാ. പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്തോട് പുക വരത്തില്ല. അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. ആഹാ അന്ന് തലയ്ക്ക് എന്താ പറ്റിയതാണ്? എന്റെ പൊന്നുമോനെ ഒന്നും പറയാനില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയി. ആ മീൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേനും അവിടെ 2 അവന്മാര് ഞങ്ങളെ അടിക്കണം. ഓ ഓ ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാ. ആ അവന്മാർ 2 പേരുണ്ട്. അയ്യോ ഞാനും അമ്മാവനും മാത്രം. ആഹാ അമ്മ 2 പേരാ. 2 പേരാ? എടാ ഞാനും അമ്മാവനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ എന്നിട്ട് അടി അങ്ങോട്ട് തുടങ്ങി. ഓ ഞങ്ങൾ വിടുവോ? ഞങ്ങളെടുത്ത് ആറ്റിച്ചാടി. ആ ആറ്റിച്ചാടി 6 അക്കരെ കയറി. ആ എന്നിട്ട് ഞങ്ങളുടെ വിധവും മാറി. ഇതെന്താ ഇത്? പിന്നെ വിധം മാറുന്നതിന് നിക്കരെ ഇന്ന് എന്തോ ചെയ്യാൻ അവന്മാര് ഓടി ഞങ്ങള്. ഞാൻ അളിയ ഒരു കാര്യം ചോദിക്കട്ടെ. ആ എന്റെ മോൻ ഇപ്പൊ 5 വയസ്സായി. ആ അവന് ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണിയാണ്? ഒരു 3.5 മീറ്റർ തുണി വേണ്ടി വരും. 3.5 മീറ്റർ. വലിയ കണക്ക് 3.5 വേണ്ടായല്ലോ. അല്ല മിനിമം 3.5 വേണ്ടി വരൂടെ ആണെന്ന് ചോദിച്ചോ. കടണ്ടത് ചോദിച്ചോ. അണ്ണാ ഓ പറ ഒരു സംശയം തീർത്ത് കൊടുത്തേ. എന്റെ മോനെ ആ. 5 വയസ്സുണ്ട്. അവനൊരു ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണി വേണ്ടി വരും? അവൻ ചെറുക്കനോ? ആ അതിക്കുള്ളു വരത്തില്ല. കണ്ടോ ഞാൻ എന്താ പറഞ്ഞ വിശ്വസിക്കുന്നില്ല. അത്രയും തുണി ഞാൻ വേസ്റ്റ് ആവും. പിന്നല്ലാതെ അങ്ങനെ പാന്റ് തയ്ക്കണമെങ്കിൽ അതിനെത്ര? അതിന് 3 മീറ്ററെങ്കിലും കുറഞ്ഞത് വേണം. 3 മീറ്റർ വേണ്ട. അത്ര അതിക്കുള്ളു വരത്തില്ല. എന്റെ കിടക്കുന്നത് ഞാൻ എനിക്ക് അളവ് പറഞ്ഞൂടെ? കറക്റ്റായിട്ട് പറഞ്ഞുണ്ടോ? ഇവനൊക്കെ അളവില്ല നടക്കും അവനൊക്കെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മുടെ ഈ താഴെ കണ്ടത്തില് വരയുണ്ടോ? വരയോ? ഇല്ല മീനെ പിടിക്കാൻ പറ്റുന്നോ? മീനെ പിടിക്കാനല്ല. എന്റെ മോന് വയറിളക്കവും ഭയങ്കര ഛർദിലും. അതിനകത്ത് അപ്പൊ ആശുപത്രി പെണ്ണുമ്പോൾ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിരയ്ക്ക് ഗുളിക കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ 10 ഗുളിക വാങ്ങിച്ച് വിരയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകാമല്ലോ. ഞാനിവിടെ മെനക്കെട്ട് നിൽക്കണ്ട. അതുകൂടി ചോദിക്കാം. ആ ശരി. പിന്നെ നീ വിരയ്ക്ക് ഗുളിക കൊടുക്കാനായിട്ട് പിന്നെ ഇറങ്ങണ്ട. ഇറങ്ങണ്ട. ഒരു പോക്കിനെ 2 ക്ലാസ് സാധിക്കാം. ഇത്ര കഴുതിയായിപ്പോ പെണ്ണുപിള്ള പറ വിരക്കല്ല കുഞ്ഞിനെ കൊടുക്കണ്ട കേട്ടാ. എന്റെ ഫോണാണല്ലോ പിന്നെ അടിക്കുന്നു. ഹലോ ആ നീ വിളിച്ചപ്പോഴേ അത് വന്നോ എന്തോ പറയാ. ഞാനൊരു അത്യാവശ്യ കേസായിട്ട് ശല്യം വന്നില്ല. അണ്ണാ എലി
തല്ലിക്കൊല്ല. എലി ഇരിക്കുന്നില്ല കമ്പല്ല കൊടുക്ക. ആ എന്നിട്ട് കിട്ടി നീ അവിടെ വന്നോ? ഇല്ല അവിടെ അല്ല അല്ലല്ല അതല്ല ഞാൻ പറഞ്ഞ അതല്ല അതിന്റെ അപ്പുറത്തോട്ട് പോയി. സോറി. എടാ അതല്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ അവിടെ. ഞങ്ങൾ അങ്ങനെ എടാ പോൾ ചെയ്യട്ടോ എലി എന്തി. കേറിയിട്ടുണ്ട്. ആ എന്നിട്ട് അവിടെ 10 മണിയാകുമ്പോ അവിടെ വരുമോ? 10 മണിയാകുമ്പോ വരണം. ഇല്ല അവിടെ 7 മീറ്റർ അല്ല ഉള്ളോ. എന്നെ തല്ലുന്നു. എലി കയറുമ്പോ അവിടെ കയറി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തല്ലോടെ രണ്ടു കൂടെ കുളിക്കൊണ്ട് നീ എന്താ ചെയ്യണ? കിട്ടിയാ സമാധാനം ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി.